എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫൈനൽ റാങ്ക് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു റാങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസമില്ല. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് അല്പം ഈ ഒരു റാങ്ക് മുന്നിലോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികളുടെ റാങ്ക് അല്പം താഴോട്ടേക്കും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെറിയ വ്യത്യാസം നിങ്ങളുടെ റാങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ റാങ്ക് ഡീറ്റെയിൽസും മനസ്സിലാക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സൈഡിലായിട്ട് ഈ ഒരു 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അത് നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകാനുള്ള ഭാഗം വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് നൽകിയ ശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ എത്തുന്നതാണ്. അപ്പോൾ ആ ഒരു പേജ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ വ്യൂ റാങ്ക് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ റാങ്ക് ലിസ്റ്റ് എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ്, അതിനുശേഷം അവിടെ വ്യൂ റാങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റാങ്ക് ലിസ്റ്റ് 1, റാങ്ക് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. BASLPയുടേതാണ് റാങ്ക് ലിസ്റ്റ് 2 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും, അതായത് റാങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് ആണ്. അതായത് എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുള്ള റാങ്കാണ് SM എന്ന് പറഞ്ഞ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ്. അപ്പോൾ അതിൻ്റെ ആ ഒരു റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ MU റാങ്കും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. MU എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിം കാറ്റഗറി ആയതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ SC ആണെങ്കിൽ SC റാങ്ക്, അതുപോലെ ST ആണെങ്കിൽ ST റാങ്ക്, ഈ ഒരു രീതിയിൽ കാറ്റഗറി വൈസ് റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കാണ്. അതുപോലെ തന്നെ ഇവിടെ നൽകിയിട്ടുള്ളത് ആ ഒരു കാറ്റഗറി വൈസ് റാങ്കാണ്. MU എന്ന് പറഞ്ഞാൽ മുസ്ലിം ആണ്. അതുപോലെ തന്നെ ഈ ഒരു അതായത് SC എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ST എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ട്രൈബ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണ്, അതായത് ഏവയാണെങ്കിൽ ആ ഒരു കാറ്റഗറിയുടെ ആ ഒരു പേര്, അതായത് ചുരുക്കരൂപം കാണാൻ സാധിക്കും. EZ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ ഉൾപ്പെടുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ ഒരു റാങ്കിൻ്റെ ആ ഒരു കോഡ് കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു റാങ്കിൽ എത്രാം സ്ഥാനത്താണ് നിങ്ങളുടെ ആ ഒരു അതായത് നിങ്ങൾ ഉൾപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത് ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. ഈ ഒരു SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇനി ഉടൻ തന്നെ ഈ ഒരു കോളേജ് കോഴ്സ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ആ ഒരു കോളേജ് കോഴ്സ് ഓപ്ഷൻ ലിസ്റ്റുകൾ വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് പ്രകാരം ആ ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ള കോളേജുകളിലേക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്ക് ആ ഒരു ഘട്ടത്തിൽ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതായത് ഇപ്പോൾ ഒരു 50 കോളേജുകൾ വരുന്നുണ്ട് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു 50 കോളേജുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 10-20 കോളേജിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ തന്നെ നൽകണം. പിന്നീട് ആ ഒരു ഇപ്പോൾ വരുന്ന കോളേജിലേക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പ്രയോറിറ്റി എന്തിനാണ്. അതായത് നഴ്സിംഗ് പഠിക്കാനാണെങ്കിൽ അത് ഗവൺമെൻറ്റിലാണോ സെൽഫ് ഫിനാൻസിലാണോ, സെൽഫ് ഫിനാൻസിലെ തന്നെ മെറിറ്റ് സീറ്റിലാണോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലാണോ എന്നുള്ളതനുസരിച്ച് കൃത്യമായിട്ട് ഓപ്ഷനുകൾ ആ ഒരു ഘട്ടത്തിൽ നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുക. അതുപോലെ കാറ്റഗറി വൈസ് റാങ്ക് കറക്റ്റായിട്ട് പരിശോധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.